വായോ വായോ ഓടി വായോ. ഇന്ന് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പി ആയാലോ. കാണാനാണെങ്കിലോ പിസ്സ, കഴിക്കാനാണെങ്കിലോ നോട്ട് പിസ്സ. എന്താണല്ലേ, വല്ലതും മനസ്സിലായോ? ഇപ്പോൾ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പിസ്സ തയ്യാറാക്കുന്നതിന് വേണ്ടി, കുട്ടികളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള പിസ്സ തയ്യാറാക്കുന്നതിന് വേണ്ടി, നല്ലൊരു ഹെൽത്തി പിസ്സ തയ്യാറാക്കുന്നതിന് വേണ്ടി വേണമെന്ന് വെച്ചാൽ 2 മുട്ട വേണം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് വേണം. അതുപോലെ തന്നെ എടുത്തിരിക്കുന്നത് ക്യാബേജ് ആണ്. ഒരു ചെറിയ കഷ്ണം ക്യാബേജും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു പകുതി തക്കാളി അരിഞ്ഞെടുക്കുക. ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ 2 മുട്ടയിലേക്ക് ഇതിൽ എന്ത് ചെയ്യുക, ഓരോ ഐറ്റംസും ഇട്ട് കൊടുക്കുക. പച്ചമുളക് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ബാക്കിയുള്ളതെല്ലാം കുറേശ്ശെ നമ്മളവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാദ്യം നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം ഒന്നും ചോദിക്കരുത്. ഓണത്തിനിടയ്ക്ക് വല്ലപ്പോഴും വൈകിട്ട് സ്നാക്സ് പോലെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനേ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എൻ്റെ എല്ലാ ഡിഷസിലും, മിക്കവാറും ഉള്ള ഡിഷസിലെല്ലാം കാണുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ മസാല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല ചേർക്കുന്നുണ്ടെന്ന് മാത്രം. ഇനി ഗരം മസാല തോനെയും ചേർക്കരുത്, ഒരു നുള്ളി ചേർക്കാവും. അല്ലെങ്കിൽ മൊത്തം കൈപ്പായ്പും പിന്നെ മുളക് പൊടി ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത്രയും തന്നെ മതി നല്ല സ്വാദിഷ്ടമായ, കുട്ടികളെ എളുപ്പം പറ്റിക്കാൻ പറ്റുന്ന പിസ്സ തയ്യാറാക്കാം. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ബാക്കി നമ്മൾ വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളില്ലേ, അതിനകത്ത് ശകലം ഉപ്പും കൂടി ഇട്ടൊന്ന് ഞെരടിയെടുക്കണം. കാരണം ഇത് നമ്മൾ അവസാനിരിക്കുന്നത് ഇതിനകത്ത് മാത്രം ഉപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കുമ്പോഴത്തേക്കൊരു ടേസ്റ്റ് കാണില്ലല്ലോ. അതിന് വേണ്ടിയാണ് ഇതിനകത്ത് ശകലം ഉപ്പിട്ടൊന്ന് വിരവിയെടുക്കുന്നത്. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പോലും ഓയിലില്ല, ഒരു ശകലം ഓയിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതിടാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ നമ്മുടെ ബാറ്റർ, നമ്മുടെ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി അതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് എല്ലായിടവും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലായിടവും നന്നായിട്ട് കുക്ക് ചെയ്ത് വരത്തില്ല. ഇത് നമ്മൾ തിരിച്ചിട്ടൊന്നും കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ആവിയിലിട്ടങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടണമെന്ന് പറയുന്നത്. തീ കൂട്ടി വെച്ചാൽ അടപടലം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും നല്ലതുപോലെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ വെച്ചിരുന്നുണ്ടല്ലോ, ഞെരടി വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് നമ്മൾ മുളക് പൊടിയല്ല, കുരുമുളക് പൊടി കേട്ടോ, കുരുമുളക് പൊടിയും കൂടെ ഒന്ന് വിതറുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് വിതറാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അത് വിതറി ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗി കാണും. അപ്പോൾ കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരടപ്പെടുത്ത് അടച്ച് വയ്ക്കുക. എന്നിട്ടൊരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇത് കുക്കായിട്ട് വരും കണ്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതാണ് സ്പൂൺ കൊണ്ട് കുത്തി കാണിക്കുന്നത്. ഇടയ്ക്ക് വന്നതാണ് ക്യാബേജിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ, അല്ലാതെ അത് വേവാതൊന്നും ഇരുന്നിട്ടില്ല. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ ഇഷ്ടത്തിലുള്ള പിസ്സയുടെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികളെ പറ്റിക്കാനുള്ള പിസ്സയുടെ റെസിപ്പി എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ. ഇനി ഇതേപോലത്തെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചങ്ങ് കൊടുത്തു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ദേ ഇവള് കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.